ക്രിക്കറ്റിലെ ഏറ്റവും കൗതുകകരമായ കാര്യങ്ങളിലൊന്നാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർക്ക് ഇമ്രാൻഖാനേക്കാളും ഷെയ്ൻ ബോണിനേക്കാളും സഹീർ ഖാനേക്കാളും കോട്നി വാൽഷിനേക്കാളും ഒക്കെ 5 വിക്കറ്റ് പ്രകടനം ഉണ്ട് എന്നുള്ളത് ഏകദിനത്തിലാണ്. ഏകദിനത്തിൽ 2 പ്രാവശ്യം 5 വിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കൊച്ചി കലൂർ സ്റ്റേഡിയം. ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് 2 പ്രാവശ്യം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ തന്റെ ബോളിംഗ് മികവ് കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചത്. ആദ്യം 98-ൽ സച്ചിൻ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു 5 വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചത്. രണ്ടാമത്തെ പ്രാവശ്യമാവട്ടെ പാകിസ്ഥാനെതിരെ. ഒന്ന് 98-ലാണെങ്കിൽ അതിനുശേഷം 7 വർഷത്തിന് ശേഷം 2005-ലുള്ള സച്ചിന്റെ പന്തെടുത്തു പോയുള്ള മായാജാല പ്രകടനം. അപ്പോൾ സച്ചിൻ പന്തെടുത്തപ്പോഴൊക്കെയും നമുക്കറിയാം ലെഗ് ബ്രേക്കുകളിലൂടെയും ഓഫ് ബ്രേക്കുകളിലൂടെയും ഒക്കെ ആളുകളെ അമ്പരപ്പിച്ച താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. മുമ്പ് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്ന സമയത്ത് സച്ചിൻ 98-ൽ ഇവിടെ കളിക്കാൻ വന്ന സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം വളരെ ആവേശകരമായി മുന്നേറുകയാണ്. ആ സമയത്ത് സച്ചിൻ ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്ത് 300-ലധികമുള്ള റൺസ് നേടുന്നു. അതിനുശേഷം ഓസ്ട്രേലിയൻ ഓപ്പണേഴ്സും വൺ ഡൗൺ ബാറ്റ്സ്മാനൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്നു. അവർ വളരെ വേഗം തന്നെ ചേസ് ചെയ്യുമെന്നുള്ള രൂപത്തിൽ നിൽക്കുമ്പോഴാണ് സച്ചിൻ ടെണ്ടുൽക്കർ പന്തെടുക്കുന്നത്. നമുക്കറിയാം സച്ചിൻ്റെ പന്തുകളുടെ പ്രത്യേകത. അദ്ദേഹം ഒരേ സമയം ലെഗ് സ്പിൻ എറിയുന്നു, ചില സമയത്ത് അദ്ദേഹം മീഡിയം പേസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് അദ്ദേഹം ഓഫ് സ്പിൻ എറിയാറുണ്ട്, ഗൂഗിളുകൾ എറിയാറുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ള പന്തുകളും പലപ്പോഴും കയ്യിലെടുക്കുമ്പോൾ എറിയുന്ന താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ സച്ചിൻ അന്ന് സ്റ്റീവോയെ ഔട്ടാക്കിയ ഒരു പന്തുണ്ടായിരുന്നു. സ്റ്റീവോയ്ക്ക് നേരെ സച്ചിൻ പന്തെറിയാൻ വേണ്ടി വരികയാണ്. അദ്ദേഹം അമ്പയറിങ്ങനെ നിൽക്കുകയാണ്. അമ്പയറുടെ സൈഡിൽ കൂടെ വന്ന് അദ്ദേഹം ലെഗ് സ്പിൻ എറിയുകയാണ്. ആ സമയത്ത് ക്രീസിൽ നിൽക്കുന്നത് സ്റ്റീവോയാണ്, അവരുടെ ക്യാപ്റ്റനാണ്, ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനാണ്. അപ്പോൾ സ്റ്റീവോ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരെ പന്തെറിയുന്നു. സ്റ്റീവോ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കുന്നു. അത് നേരെ സച്ചിൻ തന്നെ നല്ല പവർഫുൾ ഷോട്ടായിരുന്നു. സച്ചിൻ ഒരു കോട്ടൺ ബോളിലൂടെ സ്റ്റീവോയെ ഔട്ടാക്കും. അതിനുശേഷം സച്ചിൻ ഈ പന്ത് കൊണ്ടൊരു അഭ്യാസം, അദ്ദേഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ കളിക്കുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ അധികമൊന്നും വിക്കറ്റ് എടുത്തതിന് ശേഷം സെലിബ്രേഷൻ കളിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. സച്ചിൻ്റെ സെലിബ്രേഷൻ പോലും 100 സെഞ്ചുറികൾ നേടിയ മനുഷ്യനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനുകളിലൊക്കെയും ഒരു മിതത്വം കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് സ്റ്റീവോയുടെ വിക്കറ്റ് ഇതേ കൊച്ചിയിൽ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ എടുത്തപ്പോൾ അദ്ദേഹം പന്ത് കൊണ്ട് സ്റ്റീവോക്ക് നേരെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ കാഴ്ചവെക്കുന്നു. ആ സമയത്ത് അതിനുശേഷമുള്ള 4 വിക്കറ്റിൽ ഡാരൽ ലീമാൻ്റെ വിക്കറ്റ് അദ്ദേഹം നേടുന്നു. അതിനുശേഷം 3 വിക്കറ്റുകൾ കൂടി നേടുന്നു. അങ്ങനെ 5 വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ. അന്ന് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ സച്ചിന് ബാറ്റിങ്ങിൽ കാര്യമായിട്ട് തിളങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ബോളിങ്ങിൽ പന്തെടുത്തപ്പോൾ അദ്ദേഹം മൈറ്റി ഓസ്ട്രേലിയയെ, സ്റ്റീവോയുടെ ഓസ്ട്രേലിയയെ തകർക്കുകയായിരുന്നു അന്ന്. അതിനുശേഷം പിന്നീട് 2005-ൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ്. ആ സമയത്ത് ഈ സ്റ്റീവോയുടെ ഓസ്ട്രേലിയക്ക് എതിരെയുള്ള ആ ഒരു മത്സരം അദ്ദേഹം വൈറ്റ് ജേഴ്സിയിലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇന്ത്യയുടെ വളരെ പ്രശസ്തമായ നീല ജേഴ്സിയിലായിരുന്നു. ഏകദിനത്തിൽ അവർ ധരിക്കാനുള്ള അതേ ജേഴ്സിയിലായിരുന്നു ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് സൗരവ് ഗാംഗുലി ആയിരുന്നു ക്യാപ്റ്റൻ. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹം ക്യാപ്റ്റൻസിയിൽ അരങ്ങേറ്റം കുറിച്ചതും ഇതേ കലൂർ കൊച്ചി സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഈ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പന്തുണ്ടായിരുന്നു. ആ പന്ത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ നായകനായ ഇൻസമാമുൽ ഹക്കിനെ വീഴ്ത്തിയ ഒരു പന്തായിരുന്നു. സച്ചിൻ ഇതുപോലെ നമുക്കറിയാം, അദ്ദേഹം ഏത് തരത്തിലും പന്തെറിയുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ കളി ബോളിംഗ് കണ്ടവർക്ക് അറിയാം. സച്ചിന്റെ പന്ത് ഇൻസമാം ബാറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. സച്ചിൻ ഒരു ക്വിക്കർ ഡെലിവറിയാണ് എറിയുന്നത്. ഇൻസമാമുൽ ഹക്ക് നമുക്കറിയാം പതിവ് പോലെ അദ്ദേഹം ലേറ്റ് കട്ടിന് ശ്രമിക്കുന്ന ആളാണ്. അതായത് ഒരുപാട് സമയം അദ്ദേഹത്തിന് കട്ട് ചെയ്യാൻ നിൽക്കും എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പേസർമാരെയൊക്കെ കളിക്കുന്നത് പോലെ ലൈറ്റ് കട്ടിന് ശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ പന്ത് കണക്ട് ചെയ്യാനാവുന്നില്ല. പിന്നെ നമുക്ക് കാണുന്നത് സച്ചിൻ്റെ ആഘോഷമാണ്, വിക്കറ്റ് കീപ്പറുടെ ആഘോഷമാണ്. കാരണം ഇൻസമാമിൻ്റെ ഓഫ് സൈഡിലെ ബെയിൽ ആ പന്ത് അടർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇൻസമാം വിശ്വസിക്കാനാവാതെ സച്ചിനെ ഇങ്ങനെ നോക്കുന്നു, അമ്പയറെ നോക്കുന്നു, മറ്റുള്ള ആളുകളുടെ സെലിബ്രേഷൻ ഇങ്ങനെ നോക്കുന്നു. അതിനുശേഷം ഇൻസമാമിലൊക്കെ തേടംപേർക്ക് അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് പുറത്ത് പോകാതെ നിൽക്കുന്ന സമയത്ത് ഇനി അഥവാ വിക്കറ്റ് കീപ്പറോട് ഇത് തട്ടിപ്പോയതാണോ എന്നുള്ള ഒരു സംശയത്തിൽ തേടംപേർക്ക് കൊടുക്കുന്നു. തേടംപേർക്ക് കൊടുത്ത സമയത്ത് പിന്നെയും അതിൻ്റെ റീപ്ലേകൾ നമ്മൾ കാണുന്നു. ആ പന്ത് മെല്ലെ ഈ വെയിൽ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ സച്ചിൻ ഇൻസമാമിനെ ഔട്ടാക്കിയ പന്ത് ഇന്നും നമ്മുടെ മനസ്സിൽ കളി ഓർമ്മകളിലുണ്ട്. അതിനുശേഷം പിന്നീട് 4 വിക്കറ്റുകൾ കൂടി നേടുന്നു. അങ്ങനെ പാകിസ്ഥാനെയും തകർക്കുകയായിരുന്നു അന്ന് സച്ചിൻ്റെ ബോളിംഗ് മികവിൽ ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യ. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പുറകിൽ സച്ചിൻ ടെണ്ടുൽക്കർ പവലിയൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ പവലിയന് ഇങ്ങനെയൊരു പേര് നൽകാനുള്ള കാരണങ്ങളിൽ
സച്ചിൻ്റെ പേര് തന്നെ നൽകേണ്ട ഒരു സന്ദർഭം തന്നെയായിരുന്നു. കാരണം സച്ചിൻ 2 പ്രാവശ്യം ഏകദിനത്തിൽ 5 വിക്കറ്റ് നേടിയ ഈ ഒരു സ്റ്റേഡിയത്തിൽ സച്ചിൻ്റെ പേരിൽ ഒരു പവലിയൻ ഉണ്ട് എന്നുള്ളത് ആ താരത്തോട് നമ്മൾ കാണിച്ചൊരു ആദരവ് കൂടിയാണ്. അതുമാത്രമല്ല, മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറായിട്ട് സച്ചിൻ എത്തിയതും സ്പോൺസറായിട്ട് സച്ചിൻ എത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സച്ചിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ക്രിക്കറ്റ് ഇതിഹാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേഡിയത്തിന് ഇങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. സച്ചിൻ ബാറ്റ് കൊണ്ട് 100 സെഞ്ചുറികൾ അടിച്ച കഥയല്ല, സച്ചിൻ പന്തെടുത്തപ്പോൾ മായാജാലം കാണിച്ച ആ ഒരു കഥ. ആ ഒരു കഥയുടെ ആരംഭം, അല്ലെങ്കിൽ ആ ഒരു ഇതിഹാസം കുറിക്കപ്പെട്ടത് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ്.